പ്രവർത്തകനായ CR നീലകണ്ഠൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, VS അച്യുതാനന്ദൻ്റെ ഈ വേർപാട് കേരള രാഷ്ട്രീയത്തിൻ്റെ പാരിസ്ഥിതിക ചരിത്രത്തിൽ, സാമൂഹിക ചരിത്രത്തിൽ, സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഉണർവുകളെക്കുറിച്ചുള്ള ഓർമ്മകളുടേതു കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വേർപാടിനെ അഭിമുഖീകരിക്കുന്നത്? തീർച്ചയായും VSനെ നമുക്ക് ഒറ്റവാക്കിൽ, രണ്ടക്ഷരമേ ഉള്ളുവെങ്കിലും ഒറ്റവാക്കിൽ പറയാവുന്ന ഒരാളല്ല. അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായി പാർട്ടി പിളർന്നപ്പോൾ ഇറങ്ങിപ്പോന്ന, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന അവസാനത്തെ ജീവിച്ചിരിക്കുന്ന അംഗമായിരുന്നു ഇന്ന് വരെ അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ ഒരു നഷ്ടമാണ് എന്ന് ഒറ്റവാചകത്തിൽ നമുക്ക് പറയാം. ജനങ്ങൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, കഴിഞ്ഞ ഒരു 20-25 വർഷമായി എനിക്ക് നേരിട്ട് അറിയാം, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് VSനെ കാണാം എന്ന് വളരെ പ്രതീക്ഷയോടെ വന്ന നൂറുകണക്കിന് ആളുകൾ, അവരൊന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അണികളായിരുന്നില്ല. ജനകീയ പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായ നിലപാടുകളോടെ, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ഭരണത്തിലാരാണ്, പ്രതിപക്ഷത്താരാണ്, തന്റെ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നൊന്നും ചിന്തിക്കാതെ തന്നെ ഇത് ജനങ്ങളുടെ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞു വന്നതുകൊണ്ടാണ് ഒരുപക്ഷെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും ഒരു പാർട്ടി നേതാവിനും കിട്ടാത്ത അർത്ഥത്തിൽ കണ്ണേ കരളെ VSA എന്ന് ആളുകൾ റോഡിൽ നിന്ന് വിളിച്ചത്. 2006 അദ്ദേഹത്തിന് ടിക്കറ്റ് നിഷേധിക്കുമ്പോൾ കേരളത്തിലെ തെരുവോരങ്ങളിൽ ഇറങ്ങി വന്ന് നമുക്ക് VSനെ വേണം, VS തന്നെയാണ്, കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ജനകീയമായ വിഷയങ്ങൾ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല ഒരു രാഷ്ട്രീയക്കാരനും ഗൗരവമായി കണക്കിലെടുക്കാത്ത പരിസ്ഥിതിയുടെയും സ്ത്രീപക്ഷത്തിന്റെയും രാഷ്ട്രീയം വളരെ കൃത്യമായി നമ്മുടെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു. നിരവധി ജനകീയ സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അവയൊക്കെ തന്നെ മുഖ്യധാരയ്ക്ക് പുറത്തായിരുന്നു, പലപ്പോഴും മാർജിനലൈസ്ഡ്. ആ മാർജിനലൈസ്ഡ് ആയ വിഷയങ്ങളെ കൃത്യമായി പൊതു മുഖ്യധാരയുടെ രാഷ്ട്രീയത്തിലെ വിഷയമായി കൊണ്ടുവന്നു എന്നതാണ് VSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം, അദ്ദേഹം നിർവഹിച്ച പ്രധാനപ്പെട്ട ധർമ്മം. ആ ധർമ്മത്തിൽ കേരളത്തിൽ പരിസ്ഥിതി പോലുള്ള വിഷയങ്ങൾ, കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി എങ്ങനെ ബന്ധിപ്പിക്കണമെന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഒക്കെ അദ്ദേഹം വളരെ കൃത്യമായി ഉന്നയിച്ചു. അത് കേരളത്തിൽ ജനകീയ സംഘടനകൾ, ജനകീയ പ്രസ്ഥാനങ്ങൾ അത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മുഖ്യധാരയുടെ ഭാഗമായിട്ടില്ല. ഒരു കാര്യം, 2011 അന്നത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ 4 സീറ്റിന്റെ വ്യത്യാസത്തിൽ ഭരണം നഷ്ടപ്പെട്ടു, പ്രതിപക്ഷ നേതാവായി എന്നത് ശരിയാണ്. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് 35 വർഷം ഭരണം നടത്തിയിരുന്ന ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലം തൊടാതെ പരാജയപ്പെട്ടത്, പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അന്ന് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ പഴയൊരു വിദ്യാർത്ഥി നേതാവ്, അദ്ദേഹം ഒരു എഡിറ്ററാണ്, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, എന്തുകൊണ്ടാണ് ബംഗാളിൽ ഇങ്ങനെ പരാജയപ്പെട്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കൊരു VS ഇല്ലായിരുന്നു എന്ന്. പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരുന്നതിന്റെ പ്രധാന കാരണം, അതിനകത്ത് വിമർശനം, സ്വയം വിമർശനം എന്നൊക്കെ പറയുമെങ്കിലും ഒരിക്കലും അങ്ങനെ നടക്കാറില്ല. ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗ്രൂപ്പ്, കുറച്ച് ആളുകളുടെ ഏകാധിപത്യപരമായ പ്രവർത്തനങ്ങൾ, അത് സോവിയറ്റ് യൂണിയൻ മുതൽ നിരവധി ലോകത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നടന്നിട്ടുള്ളതാണ്. ലെനിനിസ്റ്റ് സംഘടനാ രീതി. അതിനെ വളരെ കൃത്യമായി അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ, കമ്മ്യൂണിസ്റ്റുകാരനായി നിന്നുകൊണ്ട് തന്നെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കേവലം അത്തരത്തിലുള്ള എന്താ പറയുക, യാഥാർത്ഥ്യം ബോധമില്ലാത്ത സംഘടനാ ചട്ടക്കൂടല്ല വേണ്ടത് എന്നും, അതിനപ്പുറത്ത് ജനങ്ങളാണ് കൂടെ നിൽക്കേണ്ടത് എന്നും. അഴിമതിക്കെതിരായ VSന്റെ പോരാട്ടം വളരെ പ്രസിദ്ധമാണ്. പാർട്ടി എപ്പോഴും പാർട്ടിയോ പാർട്ടിയിലെ നേതാക്കളോ ആളുകളോ അഴിമതിയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പുതിയ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായ തിരുത്തൽ ശക്തിയായി VS എന്നും നിന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഭരണാധികാരി എന്ന നിലയിൽ വിപ്ലവകാരിയായ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനോടൊപ്പം ഭരണാധികാരിയായ നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇന്ത്യ മുഴുവൻ വലിയ തോതിൽ, ലോകം മുഴുവൻ എന്ന് പറയാം, ബിൽ ഗേറ്റ്സിനെ ആഘോഷിക്കുമ്പോൾ, മൈക്രോസോഫ്റ്റിനെ ആഘോഷിക്കുമ്പോൾ, മൈക്രോസോഫ്റ്റിനും ബിൽ ഗേറ്റ്സിനുമെതിരായി ഉയർന്നു വന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ, ലിനക്സ് എന്ന് പറയുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ വക്താവായ റിച്ചാർഡ് സ്റ്റാൾമാനെ നേരിൽ കണ്ട് സംസാരിച്ച് തന്റെ സംസ്ഥാനത്ത്, തന്റെ ഭരണപ്രദേശത്തും
അവർക്ക് ഒരിടം കൊടുക്കണം എന്നും മൈക്രോസോഫ്റ്റിനെതിരായ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് ലിനക്സ് എന്നതുകൊണ്ട് തന്നെ അതിനൊരു രാഷ്ട്രീയമുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഒരുപക്ഷെ അദ്ദേഹം വളരെ കുറഞ്ഞ ഔപചാരിക വിദ്യാഭ്യാസം നേടിയ ആളാണ്. പക്ഷെ എങ്കിൽ പോലും അതിന്റെ രാഷ്ട്രീയം തിരിച്ചറിയുകയും സ്റ്റാൾമാനുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ പരിസ്ഥിതി വിഷയങ്ങളിൽ അദ്ദേഹത്തെ പറ്റി പറയേണ്ടതില്ല. കാരണം അത് മതികെട്ടാനിലോ പ്ലച്ചുമടയിലോ അല്ലെങ്കിൽ എക്സ്പ്രസ് ഹൈവേയുടെ കാര്യത്തിലോ ഒക്കെ തന്നെ വളരെ കൃത്യമായി താൻ കേരളം നിലനിൽക്കണമെങ്കിൽ ഇനി കേരളത്തിന്റെ വനവും കേരളത്തിന്റെ നെൽപ്പാടങ്ങളും കേരളത്തിന്റെ തീരപ്രദേശങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന്, കേരളത്തിന്റെ ജലം സംരക്ഷിക്കപ്പെടണമെന്ന് സംശയമില്ലാതെ വിശ്വസിച്ച, അതിനുവേണ്ടി തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരാളാണ് വി എസ്. അതുകൊണ്ട് തന്നെ കേരളം വി എസിൽ നിന്ന് എന്ത് പഠിക്കുന്നു, വി എസിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വരുംകാല ഭരണാധികാരികൾ ഇതിനുശേഷം വന്നവർ പലപ്പോഴും അതിൽ നിന്ന് വ്യതിചലിച്ചു എന്നും വി എസ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല എന്നും ഒക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് ഇഫ് ഓർ ബട്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ വി എസ് മുന്നോട്ട് വെച്ച ആശയം കേരളത്തെ സംരക്ഷിക്കുന്നതിന്, കേരളത്തിന്റെ രാഷ്ട്രീയത്തെ, സമൂഹത്തെ, സാമൂഹ്യ നീതിയെ സംരക്ഷിക്കുന്നതിന് വളരെ നിർണായകമായിരുന്നു എന്ന് പറയാം. സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ CR നീലകണ്ഠനാണ് ഇപ്പോൾ വി എസിൻ്റെ വേർപാടിൻ്റെ ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനകത്തെ സാമൂഹിക പ്രതിബദ്ധതയെ അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് സംസാരിച്ചത്.